നമ്മുടെ വില്ലേജർ ബ്രീഡിന് ഉണ്ടാക്കാൻ വേണ്ടി ഈ ക്രോപ്സും അതേമാതിരി വൂളും അവിടെ കുറച്ച് നേരം AFK നിൽക്കാണ്ടൊക്കെ ഒപ്പിച്ച്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ കുറച്ച് കൗനിയും കൊടുക്കുന്നൊക്കെ ബ്രീഡ് ചെയ്തൊക്കെ അവിടെ അപ്പുറത്ത് വെച്ചിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. അങ്ങനെ ഒരു വലിയ റൂയിന് കിട്ടി. അവിടുന്ന് കുറച്ച് ഗോൾഡൻ ക്യാരറ്റും പിന്നെ മേലുള്ള ഒരു 2 ഗോൾഡിൻ്റെ ബ്ലോക്കും ഉണ്ടായിരുന്നു. വീണ്ടും എക്സ്പ്ലോർ ചെയ്തപ്പോൾ നമുക്കൊരു ഡെസേർട്ട് ടെമ്പിൾ കിട്ടി. അവിടെ നിന്നുള്ള റീസോഴ്സ് എടുത്തുകൊണ്ട് പിന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്താൽ തുടങ്ങി. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഞാനൊരു സ്പ്രൂസ് നോക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നിടയിൽ ഒരു വില്ലേജ് കണ്ടെത്തി. അങ്ങനെ പിന്നെയും പോയപ്പോൾ ഒരു വില്ലേജർ ഔട്ട് പോസ്റ്റ് നോക്കിയത് നമുക്ക് കിട്ടി. പിന്നെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ നമുക്ക് സ്പ്രൂസിൻ്റെ ഭയത്തിലെത്തി. അങ്ങനെ അവിടുന്ന് കുറച്ച് സ്പ്രൂസും അതിൻ്റെ സാപ്ലിങ് കൊടുത്തുകൊണ്ട് കുറച്ചുകൊണ്ട് പോയപ്പോൾ തന്നെ ഡാർക്ക് ഓക്കിൻ്റെ ഒരു വുഡും കണ്ടു. അപ്പോൾ അവിടുന്ന് കുറച്ച് ഡാർക്ക് ഓക്കിൻ്റെ വുഡും അതിൻ്റെ സാപ്ലിങ് കൊടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വില്ലേജർ ബ്രീഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ മോജാങ്ങിൻ്റെ സ്വഭാവമായതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ പോകുന്ന പറയാൻ പറ്റില്ല. ഇനി ഉണ്ടാക്കുന്നിടയിലല്ല സോംബി വരെ അതിൻ്റെ ഇടയ്ക്കൂടെ അല്ല വില്ലേജറിനെ അറ്റാക്ക് ചെയ്തിട്ട് സോംബി ഫൈ ആക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമെന്നറിയില്ല. കാരണം നമ്മുടെ ലക്ക് അത്രത്തോളം കൂടുതലാണല്ലോ. സോ എന്തായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേമാതിരി ക്രോപ്പ് ഫാമും ഷീപ്പ് ഫാമും ഒക്കെ വെച്ചിട്ട് അവിടുന്ന് കുറേ റിസോഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഫാം വരുന്നത് ഏകദേശം ആ ഭാഗത്തായിട്ടാണ്. എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അവിടുത്തെ കുറച്ച് സ്ഥലമൊക്കെ ഞാൻ നന്നാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഇത് ലാഗൊക്കെ ആവും. പിന്നെ മാത്രമല്ല വില്ലേജറിനെ സംബന്ധിച്ചുള്ള ഫാം വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരത്ത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഞാൻ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വില്ലേജർ ബ്രീഡിങ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ റീസോഴ്സൊക്കെ ഇതിലുണ്ട്. ഇതിലുള്ള ഈ വുഡൊക്കെ നമുക്ക് കളക്ട് നമ്മളെ കൈയ്ക്ക് എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഡേർട്ടും കൈ പിടിക്കുക മേലേക്ക് പോകാനും. പിന്നെ അതേപോലെ നമ്മുടെ ഫാം ലാൻഡ് ഇവിടെ സെറ്റാക്കാനും. നമ്മൾ ഈ താഴത്തല്ല ഫാം ഉണ്ടാക്കേണ്ട, കുറച്ച് മേലെ ആയിക്കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതൊരു സ്റ്റെയറാണ്. അപ്പോൾ കുറച്ച് പ്ലാങ്ക്സ് ആദ്യം ആക്കുക. എന്നിട്ട് നമുക്ക് ഒരു സ്റ്റെയർ ആദ്യം ക്രാഫ്റ്റ് ചെയ്ത് ഇത് റെഡിയാക്കുക. മേലേക്ക് പോവുക. കാരണം വാട്ടർ ലോഗ് അവിടെ ചെയ്യാനാണ്. പിന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഹൈറ്റിക്ക് മേലേക്ക് നമ്മൾ എന്താക്കുക പില്ലറപ്പ് ചെയ്യുക. ഏകദേശം ഇത്ര മതി തോന്നണേ. സോ ഇനി ഇവിടെ ആയിക്കൊണ്ട് ഒരു സ്റ്റെയർ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡിലേക്ക് നമ്മൾ ഇവിടെ ഡേർട്ട് വെക്കുക. 1 2 3 4. അതേപോലെ തന്നെ അപ്പുറത്തേക്ക് ഒരു 4 എണ്ണം വെക്കുക. 1 2 3 4. പിന്നെ ഈ സൈഡിലേക്കും 2 സൈഡിലേക്കും 4 എണ്ണം വെച്ചുകൊണ്ട് നമുക്ക് എന്താക്കണം, ഈ ഫീൽഡ് ഫുള്ളും ഫില്ല് ചെയ്യണം. 4 നേരെ അപ്പുറത്തേക്കും 1 2 3 4. ഇനി ഇത് ഫുള്ളും ഫില്ല് ചെയ്യണം. ഞാൻ എന്തായാലും ഇത് ഫുള്ള് ഫില്ല് ചെയ്തുകൊണ്ട് ഞാൻ വരാം. അങ്ങനെ ഇവിടെ കൂടി ലാസ്റ്റ് ഇവിടെ കൂടി എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളൊരു 9x9 ഡേർട്ട് പ്ലാറ്റ്ഫോം നമ്മളിവിടെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ടിൽറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ക്രോപ്സ് നടണം. ഇതിന് ചുറ്റും നമ്മൾ അതേപോലെ പിന്നെ ട്രാപ്പ് ഡോറും വെക്കണം. സോ നമുക്ക് കുറച്ച് ട്രാപ്പ് ഡോറ് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാം. ആദ്യം കുറച്ച് പ്ലാങ്ക് ആക്കാം. നമുക്ക് പ്ലാങ്ക് ആക്കിയാണ്ട് നമുക്കൊരു 18 ട്രാപ്പ് ഡോറ് മതിയാവും തോന്നണം. 2 സൈഡിലും കൂടി ഒരു ഭാഗത്തേക്ക് 9 വെച്ച് 2 അടുത്ത് നോക്കുമ്പോൾ 18 ട്രാപ്പ് ഡോറ് മതിയാവും. നമുക്ക് വേണ്ട ട്രാപ്പ് ഡോറ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താക്കുക, നമ്മുടെ ഈ ഹോയും കയ്യിലെടുത്തേക്കാണ്ട് നമുക്ക് എന്തെങ്കിലും മേലേക്ക് വരാം. ഒരു ടിൽറ്റ് ചെയ്യാണ്ടാവും. സോ ഇനി നമ്മുടെ മേലേക്ക് ഇരിക്കാണ്ട് നമ്മൾ വെച്ച് ഡേർട്ടിൻ്റെ ഇതുണ്ടല്ലോ പ്ലാറ്റ്ഫോമേ, ഇതിൻ്റെ സൈഡിലായിക്കാണ്ട് നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത ട്രാപ്പ് ഡോർ ആക്കണം. അതിലൂടെ ആയിരിക്കും നമുക്ക് ബേബി ഫുള്ളും താഴത്തേക്ക് പോകല്. അപ്പോൾ അതുപോലെ ഇതിന് ചുറ്റും ഫുഡ് ക്ലിക്കായി
ഓക്കെ, ഇങ്ങനെ ഒറ്റൊന്ന് വെച്ച് കണ്ട് ഇതിൻ്റെ വരി ഫുള്ളും നമ്മൾ ട്രാപ്പ് ഡോർ ആക്കണം. സോ ഞാൻ എന്തായാലും ഈ ഭാഗം ഫുള്ളും അതേപോലെ അപ്പുറത്ത് സൈഡും ഫുള്ള് വെച്ച് കണ്ട് ഞാൻ എന്തായാലും വരാം. സോ ഇതാ ലാസ്റ്റത്തെ ഇവിടെ കൂടി 2 വെച്ചാൽ നമ്മുടെ ട്രാപ്പ് ഡോർ അങ്ങനെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഒരു ക്രീപ്പർ ഉണ്ടല്ലോ, നമുക്ക് അമ്പ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ എത്ര നമുക്ക് നോക്കാം. ഓക്കെ, അമ്പ് ചെയ്യാൻ നേരത്തെ തന്നെ മരത്തിൻ്റെ അപ്പുറത്ത് പോയി. സോ നമുക്ക് എന്തായാലും നമ്മളെ പണി നോക്കാം. നമുക്കിനി ഇത് വാട്ടർ ലോക്ക് ചെയ്യണം. അവിടെ ലെക്കിനാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നപ്പോൾ ബക്കറ്റും വെള്ളം എടുക്കാൻ മറന്നു. ഞാൻ എന്തായാലും വീട്ടിൽ പോയിക്കൊണ്ട് ബക്കറ്റും വെള്ളം എടുത്തുകൊണ്ട് ഞാൻ എന്തായാലും വരാം. നമ്മളങ്ങനെ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്കൊരു ഇൻഫിനിറ്റി സോഴ്സ് ഉണ്ടാക്കാം. അതാകുമ്പോൾ എത്ര വെള്ളം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒരു ബക്കറ്റ് വെള്ളം കൂടെ ഒഴിക്കാം. ജസ്റ്റ് ഇതാ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു ബക്കറ്റ് കൂടെ എടുത്തുകൊണ്ട് നേരെ അതിൻ്റെ അപ്പുറത്തെ മൂലക്കൽ ഒഴിക്കാം. അപ്പോൾ അതാകുമ്പോൾ അതൊരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ആവും. സോ ഈ ഒരു ബക്കറ്റും കൂടി ഇതിൻ്റെ ഈ മൂലക്കൽ ഒഴിച്ചാൽ ഓക്കെ, അത് ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ആയി. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ഈ ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് മേലെ ഈ ഫാം ലാൻഡ് നമുക്ക് ആദ്യം അവിടെ ഒരു വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഓർത്തെക്കാണ്ട് ഇത് മുഴുവനായിട്ട് ടിൽറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ഫുള്ളും ടിൽറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ പൊട്ടാറ്റോയാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ പൊട്ടാറ്റോ ഉള്ളൂ, ക്യാരറ്റ് ഇല്ല. അപ്പോൾ ഇത് ഫുള്ളും ടിൽറ്റ് ചെയ്ത് കണ്ട് പൊട്ടാറ്റോ ഒക്കെ നട്ടിട്ട് ഞാൻ വരാം. നമ്മളങ്ങനെ ഫുള്ളും ടിൽറ്റ് ചെയ്ത് പൊട്ടാറ്റൊക്കെ ഫുള്ളും നട്ട് സെറ്റ് ആയിക്കണു. ഇനി ഇതാ ബാക്കി കയ്യിലുള്ള പൊട്ടാറ്റൊക്കെ നമുക്ക് ഈ പെട്ടിക്ക് വെക്കാം. കയ്യിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിലേക്ക് വെക്കാം. ഇനി ഈ വില്ലേജർ ബിൽഡിംഗ് ഉണ്ടാവുന്ന ബെഡ് വേണമല്ലോ. അപ്പോൾ ഈ ബെഡ് വെക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് ഇനി അടുത്ത് ഉണ്ടാക്കുന്നത്. സോ അതിനേക്കാണ്ട് നമ്മുടെ പ്ലാൻസ് നമ്മുടെ കയ്യിലെടുത്തുകൊണ്ട് നമുക്ക് എന്താക്കാം, ഇതിൻ്റെ സൈഡിൽ പോയിക്കാണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2 ബ്ലോക്ക് ഗ്യാപ്പിൽ നമ്മളൊരു പ്ലാറ്റ്ഫോം കെട്ടണം. ഇപ്പോഴത്തെ അടിക്കേണ്ടതാണ് ഇങ്ങനെ ഇവിടെ 2 ആയിക്കൊണ്ടുള്ള വരുന്ന രീതിയിൽ ഇതിന് ചുറ്റും ഒരു പ്ലാറ്റ്ഫോം കെട്ടാം. എന്നിട്ട് അതിൻ്റെ മേലായിരിക്കും നമ്മൾ ബെഡ് വെക്കണത്. നെക്സ്റ്റ് പിന്നെ ഇനി ബേബീസ് ഇപ്പുറത്തോട്ട് ചടണ്ട വെച്ചിട്ട് നമുക്ക് ഇവിടെ കൂടി ബ്ലോക്ക് വെച്ച് കെട്ടണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ സൈഡിലായിക്കൊണ്ട് ഈ പ്ലാങ്ക്സ് നേരെ നമ്മൾ ബെഡ് വെക്കണ ഈ പ്ലാറ്റ്ഫോം വരുന്ന വരെ ജസ്റ്റ് വെക്കുക. എന്നിട്ട് നേരെ ഈ ഇപ്പോൾ വെച്ച ഈ സൈഡത്തെ ഇതുണ്ടല്ലോ പ്ലാങ്ക്സ്, അത് നേരെ അപ്പുറം വരെ കൊണ്ടുവയ്ക്കണം. സോ ഇതിന് ചുറ്റും ആയിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഫാമിങ് ഏരിയൻ്റെ ചുറ്റും ജസ്റ്റ് പ്ലാങ്ക്സ് വെക്കാം. സോ ഇനി എന്താക്കുക, ഇത് ഒരു 2 ബ്ലോക്ക് ആയിട്ട് മേലെ കൂട്ടാം. കാരണം ബേബീസ് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ വില്ലേജറും ഉണ്ടാവില്ല. അപ്പോൾ ഓലും ജസ്റ്റ് പുറത്തേക്ക് ചാടി പോകേണ്ട വെച്ചിട്ട് 2 ബ്ലോക്ക് ആയിട്ട് കൂട്ടാം. ഇതേപോലെ അപ്പുറ സൈഡും കൂടിയും വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും വരാം. ഓക്കെ, നമ്മൾ 2 ഭാഗത്തും അങ്ങനെ 2 ബ്ലോക്ക് ആയിട്ട് ഒരു വാള് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ചെറിയൊരു അപ്ഡേറ്റ് വെച്ചാൽ നമ്മൾ ബെഡ് വെക്കുന്ന പ്ലാറ്റ്ഫോം 2 ബ്ലോക്ക് വീതിയിലാണ് വെച്ചത്. അതൊരു 3 ബ്ലോക്ക് ആക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ 2 ബ്ലോക്ക് ആകുമ്പോൾ നമ്മുടെ ബെഡ് അതിൻ്റെ അറ്റത്താക്കരം. 3 ബ്ലോക്ക് ആകുമ്പോൾ ഒരു ബ്ലോക്ക് കൂടി ക്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ വില്ലേജർ ബേബിക്ക് എന്തായാലും റീച്ച് ആവില്ല, നമുക്കൊരു ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നമ്മൾ ചെറിയൊരു അപ്ഡേറ്റിന് വരുത്തിയിട്ടുണ്ട്. 2 ഭാഗത്ത് എന്നുള്ളത് നമ്മൾ 4 ഭാഗത്തേക്കും ആക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ 20 ബെഡ് വെക്കുന്നിടത്ത് ഇപ്പോൾ നമുക്ക് 40 ബെഡ് വെക്കാം. അപ്പോൾ 40 ബെഡൊക്കെ എന്തിനാണ്, അത്രയും വില്ലേജർ എന്തിനാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എന്താക്കണേ, ഒരു അയൺ ഫാം വിത്ത് വില്ലേജർ ബ്രീഡിങ് എന്ന സെറ്റപ്പ് ആക്കാൻ തോന്നുന്നു. അതാകുമ്പോൾ ഇവിടുന്ന് തന്നെ വില്ലേജറിനെയും കിട്ടിക്കോളും, അയണും കിട്ടിക്കോളും. അങ്ങനെ ആക്കുക എന്നുള്ളൊരു ഇതിൽ വേണ്ടിയാണ് ഞാൻ 2 സൈഡിക്കും കൂടി കൂട്ടി മൊത്തം നമ്മൾ 4 സൈഡിക്കും ആക്കി 40 ബെഡ് വെക്കുന്നത്. ഇനി ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ കയറാം. ഇതിന് മേലെ കയറിക്കൊണ്ട് എന്താക്കുക, അതിന് ചുറ്റും ഇനി ട്രാപ്പ് ഡോർ ആക്കണം. സോ നമ്മൾ ട്രാപ്പ് ഡോർ എടുത്തുകൊണ്ട് ഇവിടെ ഉള്ള ഈ പില്ലറിൻ്റെ നേരെ മേലെ ഒരു ട്രാപ്പ് ഡോർ ഇതാ അങ്ങനെ വെക്കുക. അതിൻ്റെ തൊട്ട് സൈഡിൽ അടുത്ത ട്രാപ്പ് ഡോറും ഇതാ ഓക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഇത് ഫുള്ളും നമ്മുടെ 4 ഭാഗത്തും വെക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബേബി വില്ലേജറിന് അതിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ പറ്റും. കാരണം താഴത്തെ ട്രാപ്പ് ഡോറ് തുറക്കുമ്പോൾ ഓല് നടന്നു പോകുമ്പോൾ താഴത്തേക്ക് പോകും. പക്ഷേ നമ്മുടെ വില്ലേജറിന് 2 ബ്ലോക്ക് ഹൈറ്റ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓലിവിടെ കുടുങ്ങിക്കും.
ഈ ട്രാപ്പ് ഡോർ താഴത്തായതുകൊണ്ട് ഓലെ തല തട്ടിക്കാണ്ട് ഓൽക്ക് അങ്ങോട്ട് പുറത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ഓല് എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പായി കണ്ട് നിൽക്കും. ഓല് ഫാം ചെയ്യും, എന്നിട്ട് ക്രോപ്പ് ആണ്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കണ്ട് ബേബീസിനുണ്ടാക്കും. സോ ഇനി ഇത് ഇവിടെ ഫുള്ളും വെച്ച് കണ്ട് ഞാൻ എന്തായാലും ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരാം. ഇനി ഈ 2 കൂടി വെച്ചാൽ നമ്മൾ ട്രാപ്പ് ഡോർ അങ്ങനെ ഫുള്ളായിക്കാണ്ട് ഇതാ ഇവിടെ 4 ഭാഗത്തും ഫുള്ളും വെച്ചിട്ടുണ്ട്. ഇനി വെച്ച ബ്ലോക്ക് നമുക്ക് പൊട്ടിച്ചിടുക. ഇത് എന്ന് വെച്ചാൽ നമ്മളെ എന്താവും, നമുക്ക് 2 ബ്ലോക്ക് ആയിട്ടില്ല. നമ്മളെ കണ്ടാവും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ പറ്റും. നമ്മൾ 2 ബ്ലോക്ക് ഹൈറ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ വില്ലേജസിന് പോകാൻ പറ്റില്ല. ഓല് പോകുമ്പോൾ ഇവിടെ അങ്ങനെ തങ്ങി നിൽക്കും, ഓല് കറക്റ്റ് 2 ബ്ലോക്ക് ആയതുകൊണ്ട്. ഇനി ഇതൊക്കെ എന്താക്കുക, ഈ അടിയത്തെ ട്രാപ്പ് ഡോർ ഫുള്ള് നമുക്ക് ഓപ്പൺ ആക്കാം. ഇവിടെ ഉള്ളതും കൂടി ഉണ്ട് ഓപ്പൺ ആക്കി, അങ്ങനെ നമ്മൾ ഫുള്ള് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഇനി എന്താക്കുക, ഇനി ഇങ്ങോട്ട് അടുത്ത പരിപാടി വില്ലേജറിനെ കൊണ്ടുവരാം. അപ്പോൾ അതിന് ഒരു 3 ബോട്ട് നമുക്ക് ആദ്യം ക്രാഫ്റ്റ് ചെയ്യണം. സോ അതിന് പ്ലാങ്ക്സ് എടുത്ത് കണ്ട് ഒരു 3 ബോട്ട് ക്രാഫ്റ്റ് ചെയ്ത് കണ്ട് ഇതിൻ്റെ അടുത്തുള്ള വില്ലേജറിന് നമുക്ക് വില്ലേജസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ ഞാൻ എന്തായാലും ഓലെ ബോട്ടിലാക്കിയിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ആയിക്കൊണ്ട് വരാം. നമ്മുടെ വില്ലേജിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി വന്നുകൊണ്ട് തന്നെ ഇവിടെ അതാ വില്ലേജസിനൊക്കെ വീട്ടിൽ അടച്ചിട്ടിട്ടുണ്ട്. അവിടെ ഒരു 3 എന്താ, പിന്നെ ഇവിടെ ഇതാ ഒന്നുണ്ട്. സോ വില്ലേജസൊക്കെ നമ്മളെടുത്തുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്ക് എന്താക്കാം, നമ്മൾ കൊണ്ടുവന്ന ബോട്ട് അതിന് മുമ്പിലായിക്കാണ്ട് നിരത്തി വെക്കുക. ഇവിടെ ഒന്ന്, ഇപ്പുറത്തൊന്ന്, അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഒന്ന് വെക്കുക. അതാകുമ്പോൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ വില്ലേജസിൻ്റെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ബോട്ടിലുണ്ട് കയറിക്കോളൂ. അതാകുമ്പോൾ നമുക്ക് ലീഡ് ചെയ്ത് കണ്ട് പെട്ടെന്ന് കൊണ്ടുപോകും ചെയ്യാം. ഇത് പൊട്ടിച്ചിട്ടുണ്ട്, ലീഡ് കൈയൊക്കെ പിടിക്കാം. ഓക്കെ, ഫസ്റ്റ് വില്ലേജർ ഇറങ്ങിയിട്ടുണ്ട്, കയറിയിട്ടില്ല. ഓക്കെ, ഒരു വില്ലേജർ ബോട്ട് കയറിയിട്ടുണ്ട്. ഇവന് നമുക്ക് ബോട്ട് കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ ചിലപ്പോൾ കയറുമായിരിക്കും. ഓക്കെ, ഓനും കയറിയിട്ടുണ്ട്, 2 കയറിയിട്ടുണ്ട്. മൂന്നാമത്തെ ആളും ഫാർമർ ഓനും കയറി. 4ാമത്തെ നെറ്റ് വിറ്റാണ് ഇവൻ കയറിയ. ഇവിടുന്ന് ഘട്ടം കറങ്ങേണ്ട അവൻ കയറുമെന്നാവും. ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇനിയും ഓക്കെ ഒത്തും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ബെഡൊക്കെ പൊട്ടിച്ച് കണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ബ്രീഡിങ്ങിൽ കൊണ്ടുവയ്ക്കാം. സോ ഇവിടുന്ന് എന്തായാലും ഈ 4 വില്ലേജറിനെ ഞാൻ ബോട്ട് കയറ്റിക്കാണ്ട് എന്തായാലും വരാം. നമുക്ക് വേണ്ട 4 വില്ലേജർ ഓക്കെ നമുക്ക് ബോട്ടിൽ എല്ലാവരും കയറിയിട്ടുണ്ട്. കുറച്ച് പണിയെടുത്ത് പക്ഷേ ഓരോരുത്തർ ബോട്ട് കയറണില്ല. എന്തായാലും അവസാനം നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്. ഇനി ഇവരെ നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുപോകണം. സോ ഞാൻ എന്തായാലും ഇനി അവിടെ എത്തിക്കാണ്ട് അപ്ഡേറ്റ് തരുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ, ഇങ്ങനെ പോകുമ്പോൾ ലീഡ് പൊട്ടിക്കാണ്ട് നിൽക്കും. സോ അതും കുറച്ച് ടൈം എടുക്കും. സോ ഞാൻ എന്തായാലും അവിടെ എത്തിക്കാണ്ട് അപ്ഡേറ്റ് തരാം. ഒരു വിധത്തിൽ നമ്മളങ്ങനെ ഇവന്മാരെ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇനി ഇതിനെ പില്ലറപ്പ് ചെയ്ത് കണ്ട് നമുക്ക് മേലേക്ക് കയറ്റണം. സോ ഇവിടുന്ന് നല്ല മേലേക്ക് കുറച്ച് പില്ലറപ്പ് ചെയ്യുക. ഓക്കെ, ഇത്ര ഹൈറ്റ് മതിയാവും. ഇത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് എന്തായാലും സൈഡിൽ കൊണ്ടുപോകാം. ഇത്ര വേണ്ട തോന്നുന്നുണ്ട്, ഇത് കുറച്ച് കൂടിപ്പോയി. നമുക്ക് എന്തായാലും കുറച്ച് താഴത്തേക്ക് ആക്കാം. ഇത്ര ഹൈറ്റ് വേണ്ട. ഓക്കെ, ഏകദേശം ഇത്ര മതി. സോ ഇനി നേരെ സൈഡിൽ കൊണ്ടുപോവുക. ഓക്കെ, ഒപ്പം വരുന്നില്ലല്ലോ, ഇവിടെ തങ്ങിക്കണമല്ലോ. അപ്പോൾ തന്നെ നോക്കി നന്നായി, ഇങ്ങോട്ടാക്കിയാൽ റെഡിയാവുമെന്ന് തോന്നണു. ഓക്കെ, അപ്പോൾ തന്നെ കണ്ട നന്നായി. അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തുമ്പോൾ പിന്നെ ഈ ലീശും പൊട്ടിക്കൊണ്ട് എല്ലാവരും പിന്നെയും താഴത്തേക്ക് മുണിഞ്ഞു. സോ ഇനി എന്തായാലും നമുക്ക് ഇവന്മാരെ ഈ ഫാം ലാൻഡിൻ്റെ ഉള്ളിൽ കയറ്റണം. അതിന് ജസ്റ്റ് ഇതാ ബ്രിഡ്ജ് ചെയ്താൽ മതി. ഫാം ലാൻഡിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, ബ്രിഡ്ജ് ചെയ്താൽ മതി. ഓല അവിടെ എത്തുമ്പോൾ നമുക്ക് ലീശ് പൊട്ടിച്ച് കണ്ട് നമുക്ക് ഓല ഉള്ളിൽ കയറ്റാം. സോ ഒന്നും കൂടി വെച്ചാൽ മതിയാവും. ഓക്കെ, ഇത്ര മതിയാവും തോന്നുന്നു. ഓക്കെ, ഇതിപ്പോൾ നേരെ ഫാം ലാൻഡിൻ്റെ ഉള്ളിലാണ്. ഇനി ലീശ് പൊട്ടിക്കലിപ്പോൾ എങ്ങനെ അവിടെ എത്തണില്ലല്ലോ, എന്താക്കിയിട്ടും പൊട്ടണില്ല. നമുക്ക് എടുത്ത് ചാടേണ്ടി വരും, അതേ ഇനി വഴിയുള്ളൂ. നമുക്ക് ഈ സൈഡൊക്കെ ഈ ട്രാപ്പ് ഡോർ നമുക്ക് ചാടാൻ പറ്റും വെക്കാം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇവന്മാരും ഇവിടെ തന്നെ ഉണ്ടായിന്. ഇനി ഓരോരുത്തരെ ബോട്ടിൽ നിന്ന് അൺലീഷ് ചെയ്ത് കണ്ട് നമുക്ക് ഓരോരുത്തരെ കണ്ട് ഇറക്കാം. സോ ഫസ്റ്റ് ഇറങ്ങി ഞമ്പനെയും ഇവൻ്റെ ലീശും പൊട്ടിച്ച് കുറച്ചുകൊണ്ട് വലിക്കുക. താഴെ പോയി. ഓക്കെ, ഇനിയിപ്പോൾ അൺലീഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചുകൊണ്ട് വലിച്ചാണ്ട് വിട്ടാൽ മതി. അതുകൊണ്ട് പൊട്ടിക്കോൾ ഓട്ടോമാറ്റിക് ആയിക്കാണ്ട് പൊട്ടിയിട്ടുണ്ട്. ലീശ് ഇവിടെ താഴത്തില്ല, മേലേക്കാരം. നമുക്ക് മേലേക്ക് പോയേക്കാം. മേലെ
ഓ ഓ ജസ്റ്റ് മിസ്സ്. കുറച്ചും കൂടി മുമ്പൊക്കെ വന്നേക്കണമെങ്കിൽ ഓനും താഴത്തൊക്കെ എത്തിന്. ഇവനെ ജസ്റ്റ് ഒന്ന് ഉണ്ട് പുഷ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലീഷും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബ്രിഡ്ജ് പൊട്ടിക്കണം. പൊട്ടിക്കുക. അതിന് മുമ്പായിക്കൊണ്ട് ഇവന്മാർക്ക് എന്താക്കണം, വർക്ക് കൊടുക്കണം. ഇവന്മാരെ 4 പേരെയും ഫാർമറാക്കണം. സോ അതിന് നമുക്ക് 4 കമ്പോസ്റ്റർ ആദ്യം ക്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മളങ്ങനെ 2 കമ്പോസ്റ്റർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 മതി, കാരണം 2 നമ്മുടെ അടുത്ത് പെട്ടിയിലുണ്ടെന്ന് തോന്നുന്നു. സോ ഈ പെട്ടി തുറന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഒന്നുള്ളൂ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണം. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. സ്ലാബ് ക്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ കമ്പോസ്റ്റർ അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ അത് ശ്രദ്ധിക്കണം. നമുക്ക് ട്രാപ്പ് ഡോറോടെ തുറന്നല്ല അടക്കാം. അതാ നല്ലത്. ഇനി ഇടയ്ക്കിടയ്ക്ക് പോകണ ഹെൽത്ത് ഓൾറെഡി കഴിഞ്ഞു പോകണം. ഇനിയിപ്പോൾ അടുത്ത വീലിൽ ചാവാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും നമുക്ക് എന്തെങ്കിലും തുറക്കാം. സോ ഇനി ഇതും കൂടി തുറക്കാം, കാരണം ഇപ്പുറത്ത് ഇനി നമുക്ക് ബെഡ് ഇടണം. സോ ആദ്യം ലിങ്ക് ഉണ്ടാക്കണം. ഓക്കെ, പച്ച പാർട്ടിക്കിൾ ഓക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വില്ലേജർ തന്നെയാണ്. രണ്ടാമത്തെ ബെഡും കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പച്ച പാർട്ടിക്കിൾ വില്ലേജറിൻ്റെ അവിടെ നിന്നും കാണുന്നുണ്ട്. മൂന്നാമത്തെ ബെഡിൽ നിന്നും പച്ച പാർട്ടിക്കിൾ ഓക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. നാലാമത്തെ ബെഡ് ഓക്കെ അതും കണക്റ്റ് ആയിട്ടുണ്ട് അവിടെ. ഓക്കെ, ബെഡ് ലിങ്ക് ചെയ്യണ കാര്യം നമുക്ക് ഓക്കെ സുഖമായിട്ട് പോയി. ഇനി വർക്ക് സ്റ്റേഷനും അതേപോലെ എടുത്താൽ മതി. ഇനി നമുക്ക് ഇവരെ ഒന്ന് കുറച്ച് ഇങ്ങോട്ടാക്കുക. നമുക്ക് സെൻറ്ററിൽ നമുക്ക് എന്താക്കുക, ഇത് വർക്ക് സ്റ്റേഷൻ കൊടുക്കാം. സെൻറ്ററിൽ കൊടുക്കണ്ട, സൈഡിൽ കൊടുക്കാം. കാരണം 4 ഉണ്ടല്ലോ. അപ്പോൾ 4 പില്ലറിൻ്റെയും ഇതായി സൈഡിലേക്കാണ് നമുക്ക് കൊടുക്കുക. അപ്പോൾ മാക്സ് എടുത്ത് ഈ അടിയത്തെ ബ്ലോക്ക് പൊട്ടിക്കുക. എന്നിട്ട് അവിടെ നമ്മുടെ വർക്ക് സ്റ്റേഷൻ കൊടുക്കുക. ഓക്കെ, അത് ലിങ്ക് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് പൊട്ടിക്കുക. ഇത് ഓക്കെ, ഇതിലും ഒരാൾ വർക്ക് എടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തതും ഇവിടെ വെക്കാം. ഓക്കെ, മൂന്നാമത്തെ വർക്ക് സ്റ്റേഷനും ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നാലാമത്തത് ഇവനും കൂടി എടുത്താൽ അപ്പോൾ ഇവിടെയുള്ള എല്ലാ വില്ലേജർമാരും പണിയെടുത്തു എന്നാണ്. ഓക്കെ, അവനും ഒരു പ്രശ്നമില്ലാതെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വില്ലേജർമാരുടെ ബുദ്ധിമുട്ടൊന്നും ഇതുവരേക്കും കിട്ടിയിട്ടില്ല. ഇനി ഇവന്മാരെ നമുക്ക് തുറന്നിടാം, കാരണം വർക്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഫാം ചെയ്ത് കണ്ട് പൊട്ടാറ്റോ ഓൾറെഡി പോലെ ഇൻവെൻറ്ററിയിൽ ഫുള്ളാക്കിയോട്ടെ. അതാകുമ്പോൾ നമുക്കിനി ബെഡ് വെക്കുമ്പോൾ പെട്ടെന്ന് ബേബീസിനെ കിട്ടും. സോ ഇവിടുത്തെ എന്തത് ഓക്കെ അങ്ങനെ രണ്ടാമത്തവനെ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഈ പൂട്ടോനെ പൊട്ടിച്ചാൽ 4 ആൾക്കാരും ഇവിടെ പണിയെടുത്തോളും. അതാകുമ്പോൾ അടുത്ത് നമുക്ക് എന്താക്കണം, ഈ ബേബീസ് വരണ ആ ഭാഗം എന്താ വെച്ചാൽ താഴെ ഭാഗം ക്ലീൻ ആക്കണം. അപ്പോഴത്തേന് ഓല് കുറച്ച് ഫാം ചെയ്ത് കണ്ട് ഇൻവെൻറ്ററിയിൽ പൊട്ടാറ്റോ കിട്ടിക്കോളും. പിന്നെ നമുക്ക് ബെഡ് വെക്കുമ്പോൾ പെട്ടെന്ന് ബേബീസും കിട്ടിക്കോളും. അവിടെ താഴെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ 4 ഭാഗത്തും 4 മൂലക്കിലും അതൊരു പില്ലർ കെട്ടാം. സോ ഓക്കിൻ്റെ ലോഗ് വെച്ച് കണ്ട് പില്ലർ നേരെ താഴെ വരെ കണ്ട് കെട്ടാം. ഇതെന്തിനു വെച്ചിട്ടുണ്ട്, 4 ഭാഗത്തും കെട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഏകദേശ ധാരണ കിട്ടും. ഈ ട്രാപ്പ് ഡോർ തുറന്നിട്ട ഭാഗം എവിടെ കയറുന്നത് ആയിക്കൂട്ടിയാണല്ലോ ബേബി വില്ലേജർ വരല്ലേ. സോ നമുക്ക് ചാല് കെട്ടാൻ സുഖകരം. ചാല് നമുക്ക് പെട്ടെന്ന് ഇവിടെ കുഴിക്കും ചെയ്യാം, അതിൽ വെള്ളം ഒഴിക്കും ചെയ്യാം. സോ മൂന്നാമത്തതും നേരതായി ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇനി നാലാമത്തത് ഇതും കൂടി ആക്കിയാൽ നമ്മുടെ പില്ലർ ഫുള്ളും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്താക്കുക, ഈ പില്ലർ 4 തമ്മിൽ കണക്റ്റ് ചെയ്യുക. അതിന് ഷവല് കയ്യിലെടുത്ത് കണ്ട് ഒരു ബ്ലോക്ക് ഹൈറ്റ് മതിയാവും. ഒരു ബ്ലോക്ക് ഹൈറ്റിൽ എന്താ പറയുക, ഒരു കുഴി വയ്ക്കാം. ഓക്കെ, 10 ബ്ലോക്കല്ല, അങ്ങനെ ഒരു ബ്ലോക്ക് ഹൈറ്റിൽ കുഴിച്ചുകൊണ്ട് നേരെ അപ്പുറത്തെ പില്ലർ വരെ കൊണ്ട് കണക്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ തന്നെ 4 സൈഡും ചെയ്യാം. ഇവിടെ ഇതും കൂടി ഒന്ന് ഫില്ലാക്കിയാൽ നമ്മുടെ ബേബി വില്ലേജിൽ വരുന്ന പ്ലാറ്റ്ഫോം റെഡിയാവും. ഇനി ഈ നമ്മൾ കുത്തിയ ഈ ചാലിൽ വെള്ളം ഒഴിക്കണം. സോ നമുക്കാദ്യം ബക്കറ്റ് കയ്യിലെടുക്കാം. ഓക്കെ, ബക്കറ്റ് കയ്യിലെടുത്ത് ഇതിൽ വെള്ളം നിറക്കുക. എന്നിട്ട് നേരെ ചാലിൻ്റെ ഈ സൈഡിൽ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം പിന്നെ ഒന്നിട്ട് ഇറക്കുക. അതിപ്പുറത്ത് ഇതുപോലെ 4 സൈഡിലും ഈ 4 ചാലിലും വെള്ളം നിറക്കുക. സോ ഇതും കൂടി വെച്ചാൽ ഓക്കെ, നമ്മുടെ വെള്ളം അങ്ങനെ ഫുള്ളാക്കിയിട്ടുണ്ട്.
ഇനി എന്താ വെച്ചാൽ ഇനി ഇതിന് ചുറ്റും നമുക്ക് ഒരു ഫെൻസ് കെട്ടണം. എന്ന് വെച്ചാൽ നമ്മുടെ സോംബീസ് ഉള്ളിലേക്ക് കടക്കാതിരിക്കാനും അതേപോലെ തന്നെ നമുക്ക് കിട്ടണ ഈ ബേബി വില്ലേജസ് ഉള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചുറ്റും ഫെൻസ് ഇട്ടുണ്ട്. സോ എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ മേലെയാണ്, അപ്പോൾ മേലെ പോയിക്കൊണ്ട് കുറച്ച് ഫെൻസ് കെട്ടിക്കൊണ്ട് ഇതിന് ചുറ്റും നമുക്ക് വെക്കാം. നമ്മുടെ ആവശ്യമായ സാധനങ്ങൾ കുറച്ച് പ്ലാങ്ക്സ് ആദ്യം ക്രാഫ്റ്റ് ചെയ്യുക. ഈ പ്ലാങ്ക്സ് സ്റ്റിക്ക് ആക്കണം, സ്റ്റിക്ക് നമ്മളൊക്കെ കുറവാണ്. സോ കുറച്ച് സ്റ്റിക്കും ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ഫെൻസ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ടൈം എന്ന് തോന്നുന്നു 39 ഉണ്ട്. ഈ 39 കൊണ്ട് ആദ്യം പറ്റുന്ന രീതിയിൽ വെക്കാം, എന്നിട്ട് ബാക്കി പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. സോ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ പുറത്ത് ഭാഗത്ത് നേരെ ഇരിക്കണതാ ഫെൻസ് നേരെ ചുറ്റും വെക്കാം. സോ ഇതുപോലെ തന്നെ 4 സൈഡിലും വെക്കുക. അതുപോലെ തന്നെ ഈ മലയൊക്കെ എന്താക്കുക കുറച്ച് ക്ലീൻ ചെയ്തിക്കാണ്ട് അതിന് ചുറ്റും വെക്കാം. സോ ഞാൻ എന്തെങ്കിലും 4 ഭാഗത്ത് വെച്ച് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ആയിക്കൊണ്ട് വരാം. ഇത് അങ്ങനെ ഈ ഫെൻസ് കൂടി വെച്ചാൽ നമ്മുടെ ഫെൻസ് അങ്ങനെ ഫുള്ളാക്കിയിട്ടുണ്ട്. സോ ഇനി ഇതാ ഒരു ചെസ്റ്റ് വെച്ച് കണ്ട് നമ്മുടെ കയ്യിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. എന്നിട്ട് നമുക്ക് മേലെ ബെഡ് വെക്കാൻ തുടങ്ങാം. ഞാൻ ഓൾറെഡി ഒരു 2 ബെഡ് വെച്ചിക്കണേ. സോ അതിൻ്റെ മേലെ ബേബീസ് ഉണ്ടോ നമുക്ക് നോക്കാം. നമ്മുടെ ഇൻവെൻറ്ററി ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് മേലേക്ക് പോയി വെക്കാം. മേലേക്ക് പോയി ബെഡ് വെക്കാൻ തുടങ്ങാം. അവിടെ 2 ബെഡ് വെച്ചു. ഓക്കെ, ബേബി വില്ലേജസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് താഴത്തേക്ക് ചാടിയിട്ടില്ല, എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഇവിടെ ഒരു സ്റ്റെപ്പ് വെക്കാം മേലേക്ക് കയറാൻ. ഓക്കെ, ഇവിടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഓ, നമുക്ക് ബാക്കിയുള്ള ബെഡും പിന്നെ ചുറ്റും ബാക്കിയുള്ള ബെഡും കൂടി വെച്ചിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ആയിക്കൊണ്ട് വരാം. നമുക്കൊരു 40 ബെഡ് ടോട്ടൽ വെക്കണം. ഇപ്പോൾ ഒരു 6 വെച്ചു, അപ്പുറത്ത് 4 ഇപ്പുറത്ത് 2 4 വെച്ചു. ബാക്കി നമ്മളേക്കുള്ള വൂളുകൾ ഇതാ വൈറ്റ് കുറച്ച് പിങ്ക് ഉണ്ടാക്കുക. നമുക്ക് മിക്സാക്കി വെക്കാം. അധികം വൈറ്റാണ്, എന്നാലും ഇടയിലിടയിൽ നമുക്ക് മിക്സാക്കി വെക്കാം. നമുക്ക് എന്തായാലും ഇതിന് ചുറ്റും 4 ഭാഗത്തും ബെഡ് വെച്ചുകൊണ്ട് എന്തായാലും നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ട് വരാം. അതെ, അങ്ങനെ അതും സംഭവിച്ചു. എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അതന്നെ നടന്നു. ഞാനവിടെ ബ്രീഡിങ്ങിന് വേണ്ടി ബെഡൊക്കെ വെച്ച് റെഡിയായി നിൽക്കുന്നു. പക്ഷെ പെട്ടെന്നാണ്ട് രാത്രിയായി എന്നല്ല, ഇത് മഴയും പെയ്തു. അപ്പം തന്നെ ഇടിമിന്നലും വന്നു, തണ്ടർ സ്റ്റോമും വന്നു. പിന്നെ പെട്ടെന്ന് കിടക്കാൻ വേണ്ടി ഞാൻ ഒരു ബെഡിൻ്റെ അടുത്ത് പോയപ്പോൾ അപ്പം തന്നെ ഇത് തന്നെ സ്പോണായി. സ്കെൽട്ടനും സോംബീസൊക്കെ ഇത് സ്പോണായി. അതിലാണെങ്കിൽ ഒരു സോംബി നമ്മുടെ ഈ ബ്രീഡിങ്ങിൻ്റെ ഉള്ളിൽ സ്പോണായി. വെച്ചാൽ ഈ ബേബീസ് വരുന്ന അവിടെ സ്പോണായി. ഞാൻ ടോർച്ച് വെച്ചിട്ടില്ല, അതുകൊണ്ട് നേരെ അവിടെ സ്പോണായി. പിന്നെ പറയണ്ടല്ലോ എന്താ സംഭവിക്കാന്ന്. എല്ലാം ബേബി സോംബി ആയി. മേലത്തത് വിച്ചേക്കണമെന്നാവാം, കാരണം നല്ലൊരു ഇടിമിന്നലാണ് അവിടെ ഉണ്ടായിട്ട്. നല്ലോണം ഒന്ന് പൊട്ടീന്. ഇതാ ആ സൈഡിൽ ഫുള്ളതാ ഒരുത്തന്നെ അങ്ങനെയൊക്കെ പുറത്തേക്ക് ചാടിക്കണം. ബാക്കിയതാ ഈ മൂലൊക്കെ 4 എത്ര ഉണ്ട് ഇവിടെ, കുറച്ച് ഇതുണ്ടായിരുന്നു. 4 ഉണ്ട്. അങ്ങനെ തീർക്കുക. ഓക്കെ, അങ്ങനെ തീർത്തു. ഓലെ തീർക്കാൻ പോയി ഓലി നമ്മളെ തീർത്ത്. ഞാനിനി എന്തായാലും അവിടെ എത്തട്ടെ. ഇപ്പോൾ നമ്മൾ സ്പോൺ ആയിക്കൊണ്ട് നമുക്ക് എന്തായാലും അവിടെ എത്തിക്കൊണ്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ആയിക്കൊണ്ട് വരാം. ഞാനത് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മേലത്തെ വില്ലേജസിന് എന്തോ ഭാഗത്തിനൊന്നും സംഭവിച്ചല്ല, കാരണം അറ്റിങ്ങളും കൂടി വിച്ചയക്കണമെങ്കിൽ തണ്ടർ സ്റ്റോം അടിച്ചാണ്ട് വിച്ചയക്കണമെങ്കിൽ മടുത്തീന്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ എത്ര ഉണ്ട്? ഒരാളും കൂടി ഉണ്ട് തോന്നുന്നുണ്ട്. ഓരും കൂടി ഒന്ന് തീർക്കണം. അതിന് ആക്സും കിട്ടണില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറിയത് എവിടെ ഒരുത്തനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറിയാൽ വരെ തീർക്കാനും കുറച്ച് പാടാണ്. ഒന്നാമത് മണ്ടി ഇരുത്ത് കയറി. നമ്മളടുത്തിപ്പോൾ ഒന്നുമില്ല. ഇതിനുള്ളിലേക്ക് കയറിയാലും വല്ലതും കിട്ടും. ഈ പെട്ടിയിൽ വല്ലതും ഉണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ഉള്ളിൽ കയറിക്കാണ്ട് ആ നിലത്തുള്ള സാധനങ്ങളൊക്കെ പെറുക്കിക്കാണ്ട് പെട്ടെന്ന് പില്ലറപ്പ് ചെയ്ത് നേരെ പുറത്തേക്ക് തന്നെ ഇറങ്ങാം. അതേ നടക്കുള്ളൂ. സോ എന്തായാലും നമുക്ക് ഇവിടെ നേരെ ഉള്ളിൽ കണ്ട് ചാടാം. ഓക്കെ, ഇൻവെൻട്രി കയറാനുള്ള സാധനങ്ങളൊക്കെ കയറിക്കോട്ടെ. അടി തുടങ്ങി. നമുക്ക് നേരെ മൂലക്ക് പോയിക്കാണ്ട് പില്ലറപ്പ് ആവുന്നില്ല. ഓക്കെ,
ഞാൻ ചത്തു, പിന്നെയും ചത്തു വിചാരിച്ചിരുന്നു. എന്താ ഭാഗ്യത്തിന് വെള്ളം നേരെ പോകാൻ ആണ്ട് കൊണ്ടുപോയി. ഓക്കെ, ഒരുത്തരുള്ളൂ, മറ്റോ ചത്തു പോകുന്നുണ്ട്, വെയിലുണ്ടെങ്കിൽ കൂടെ ചത്തിട്ടുണ്ടോ. സോ ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. റെഡി ആക്കാറിഞ്ഞാൽ ബാക്കി ബെഡ് കൂടി മേലെ വെക്കാണ്ട്, ആ ബെഡും ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ആയിക്കൊണ്ട് വരാം. ഓക്കെ, അങ്ങനെ ബെഡ് വെച്ച് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ബെഡിൻ്റെ അടുത്തൊക്കെ ടോർച്ചും വെച്ചിക്കണു. കുറച്ചും കൂടി ടോർച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണം. ഇതൊന്നും പോരാ, ഇവിടെ ഒന്നാമത് വെളിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയും ചിലപ്പോൾ സോംബി വരും. നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടി ടോർച്ച് ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ ഒക്കെ ഒന്ന് ലൈറ്റപ്പ് ചെയ്യണം. ഈ പില്ലറുമ്പോൾ നമുക്ക് ടോർച്ച് വെക്കാം. ഓക്കെ, ടോർച്ച് ആണെങ്കിൽ അതിൻ്റെ മേലെ ട്രാപ്പ് ഡോർ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. നമുക്ക് സെൻട്രൽ തന്നെ വെക്കാം. ഇതിൻ്റെ നേരെ നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ ഫെൻസ് വെച്ച് കണ്ട് അതിൻ്റെ മേലെ നമുക്ക് ടോർച്ച് വെക്കാം. 3 ടോർച്ച് ഉണ്ടായിക്കോട്ടെ. ഇനി ടോർച്ച് കുറഞ്ഞു എന്നുള്ളൊരു വർത്താനം ഇവിടെ പാടില്ല. സോ ഇതിൻ്റെ മേലെ കയറിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ ടോർച്ച് ഒന്നും കൂടി ചാടി. റെഡിയില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ മേലെയും റെഡിയില്ല. ഓക്കെ, നേരെ സെൻട്രലും അതേമാതിരി തന്നെ ചാടുക. ഓക്കെ, അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ റെഡിയാക്കാം. പിന്നെ നിങ്ങൾ ഈ ഫാം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബെഡ് റോക്ക് ആയതുകൊണ്ട് തന്നെ ഈ അരുവിലുള്ള ഈ ബ്ലോക്ക് നമുക്ക് എന്താക്കണം, നോർമൽ ബ്ലോക്ക് ആക്കണം. നോർമൽ ബ്ലോക്ക് ആക്കിയാലേ ബേബി വില്ലേജ് നേരെ അപ്പുറത്തേക്ക് നടക്കുള്ളൂ. മറ്റേ ഫാം ലാൻഡ് തന്നെ ആണെന്നുണ്ടെങ്കിൽ വലിയ നേരെ അപ്പുറത്തേക്ക് നടക്കില്ല. അപ്പോൾ ഇവിടെ തന്നെ സ്റ്റക്കായി നിൽക്കും. ഇത് സാധാ ബ്ലോക്ക് ആകുമ്പോൾ വലിയ നേരെ നടക്കും, നേരെ താഴത്തേക്ക് ഓടും, നേരെ ഇപ്പുറത്തേക്ക് അവിടെ ബേബി വില്ലേജസ് നേരെ ഇവിടെ വരും. സോ ഇനി ഇവിടെയൊക്കെ ടോർച്ച് വെച്ചുക്കണു. ഇനി ഇവിടെ ഒന്നും ഒരു മോബും ഇവിടെ സ്പോണാവരുത്. സ്പോണാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനിയും സ്പോണായാൽ വയ്യ എനിക്കിത് പിന്നെ നന്നാക്കാൻ. ഇതെന്നെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇതുവരെ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മോജാങ്ങിന് വേണ്ടി ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി പറയുന്നു. ഈ വില്ലേജസിനെ കൊണ്ടുള്ള ഈ ഫാമും ഇതൊക്കെ ഒന്നാമത് തലവേദന പിടിച്ച പണിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് മനുഷ്യനിട്ട് വട്ടം കറക്കും. ഇതിൻ്റെ ഇടയിലാണ് ഒന്ന് മര്യാദയ്ക്ക് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു സോംബിനും കൂടി വിട്ടുകൊണ്ട് ഉള്ള വില്ലേജസിനെ സോംബിഫൈ ആക്കിയത്. അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ മോജാങ്ങിന്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.